എം രാജഗോപാലൻ എം.എൽ.എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും കൊയോങ്കരയിലെ നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിന് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചു. ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം.എൽ.എ തന്നെ നിർവഹിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 2023-24 വർഷത്തെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും 1,40,828 രൂപ വകയിരുത്തിയാണ് മണ്ഡലം എം.എൽ.എ എം രാജഗോപാലൻ കൊയോങ്കരയിലെ നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിന് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അനുവദിച്ചത്. ഇവയുടെ സ്വിച്ച് ഓൺ കർമ്മവും എം.എൽ.എ എം രാജഗോപാലൻ തന്നെ നിർവഹിച്ചു. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയാൻ കാരണം സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരതയിൽ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞു. എന്നാൽ വേണ്ടത്ര നിലവാരം പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ലോകരാജ്യങ്ങളിലെയും വിദ്യാർത്ഥികളുമായി നമ്മുടെ മക്കൾ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടത്ര ഒരു ഉൾക്കാമ്പില്ല. അപ്പൊ അതിനുവേണ്ടി ഗുണമേന്മ വേണം. വിദ്യാഭ്യാസത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമായിരിക്കണം. വളരെ കൃത്യമായി സിലബസ് പരിഷ്കരണമായാലും കാലോചിതമാക്കുന്നവരും അധ്യാപന രീതിയായാലും അവരുടെ പഠന പരിശീലന പദ്ധതികളിലുള്ള മാറ്റം, അക്കാഡമിക് തലത്തിലുള്ള മാറ്റം, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഗുണമേന്മ ഉറപ്പുവരുത്തണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആധുനിക വിദ്യാഭ്യാസം. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടിയ കൊയോങ്കരയിലെ നൈതിക് സുധീഷിനെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, വാർഡ് മെമ്പർ സീത ഗണേഷ്, സ്കൂൾ മുൻ പ്രധാനാധ്യാപികമാരായ TV പ്രേമലത, VV ഗീത, മദർ PTA പ്രസിഡന്റ് ഗീതു രതീഷ്, മാനേജ്മെന്റ് പ്രതിനിധി രാഘവൻ കുളങ്ങര, മുൻ PTA പ്രസിഡന്റുമാരായ M രാമചന്ദ്രൻ, K പത്മനാഭൻ, PTA വൈസ് പ്രസിഡന്റ് MP രാജേഷ് എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് PV അനുമോദ് സ്വാഗതവും പ്രധാനാധ്യാപിക T ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.